ആർഎസ്എസിൻ്റെയും മോദി സർക്കാരിൻ്റെയും താല്പര്യങ്ങൾക്ക് സമ്പൂർണ്ണമായി വിധേയപ്പെടുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഇപ്പോൾ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട അവസാനത്തെ വിവരങ്ങൾ പുറത്തു വന്നത്. സംസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയെങ്കിലും ശക്തമത്തായ എതിർപ്പിനെ തുടർന്ന് സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു. കേരളത്തിലാണ് അങ്ങനെ പിൻവാങ്ങേണ്ടി വന്നത്. ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. എന്നാൽ വനം വകുപ്പ് ആ സ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനേക്കാളെല്ലാം ഗൗരവതരമായ ഒരു പ്രശ്നം AICC ആസ്ഥാനത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന അവരുടെ സാന്നിധ്യത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലി എന്നുള്ളതാണ്. 90 വർഷത്തോളം പഴക്കമുള്ള പ്രഖ്യാപിത നിലപാടിൽ കോൺഗ്രസ് വെള്ളം ചേർത്ത് ഇത്തരത്തിലുള്ള ഒരു വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുന്നതിലേക്കുള്ള ഒരവസ്ഥ സൃഷ്ടിച്ചു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. 1937 ഒക്ടോബറിലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന AICC വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതി എന്നന്ന് തീരുമാനിച്ചത്. 1937 അതാണ് AICC ആസ്ഥാനത്ത് മുഴുവൻ പാടിക്കൊണ്ട് അവർ ഉല്ലംഘിച്ചത്. അതിൻ്റെ മേലെ ഇപ്പോൾ ഒരു ഭാഗത്ത് BJPയും മറുഭാഗത്ത് കോൺഗ്രസും തർക്കത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് അതിനെ രൂപപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കർണാടകം, തെലങ്കാന, ഹിമാചൽ പ്രദേശ് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വന്ദേമാതരം ആലപിക്കാനാവാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ അതിശക്തിയായ പ്രതിഷേധത്തെ തുടർന്ന് ഒരു സാഹചര്യത്തിൽ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത്, വി ഡി സതീശൻ സർക്കാരിന് വന്ദേമാതരം പൂർണ്ണമായി ചെല്ലാൻ സാധിക്കാതിരുന്നത്, പിന്മാറേണ്ടി വന്നത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.